بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന ربك محظورا انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. السلام عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة فكل بدعة ضلالة فكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أدعو ربي ولا أشرك به أحدا. ബഹുമാന്യനായ അധ്യക്ഷൻ, മറ്റ് സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും വിധിവിലക്കുകൾക്കും വിധേയരായി തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. ഷിർക്കിൻ്റെ പ്രചാരകരെയും ഷിർക്കിൻ്റെ പൂജകരെയും എക്കാലത്തും അസ്വസ്ഥമാക്കിയിട്ടുള്ള ഒരു പ്രമേയമാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത്. ആരെയൊക്കെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടെങ്കിലും ഈ ലോകത്ത് കടന്നു വന്ന സകലമാന പ്രവാചകന്മാരും പ്രഥമമായി പ്രബോധനം ചെയ്ത പ്രമേയവും
പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നതായിരുന്നു. ആ ഒരു ആശയം ഒഴിവാക്കിക്കൊണ്ട് മറ്റ് കാര്യങ്ങൾ പ്രബോധനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രവാചകനെയും അള്ളാഹു ഭൂലോകത്തേക്ക് അയച്ചിട്ടില്ല. അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുവാൻ ആവശ്യപ്പെട്ടു. എൻ്റെ മുൻ പ്രഭാഷകൻ സ്വലാഹുദ്ദീൻ സ്വലാഹി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ച സൂറത്തുൽ ജിന്നിലെ 20-ാം വചനം, കുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. നബിയെ അങ്ങ് പ്രഖ്യാപിക്കുക, തീർച്ചയായും ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കുന്നതല്ല. ഈ ഒരു ആശയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പ് കടന്നു വന്ന സകലമാന പ്രവാചകന്മാരും പ്രഖ്യാപിച്ച ആശയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിൻ്റെ ഈ പ്രമേയം മക്കക്കാർക്ക് മുമ്പിൽ പ്രഖ്യാപിച്ചപ്പോൾ മക്കയിലെ ജനങ്ങൾ മുഴുവൻ പ്രവാചകന് നേരെ തിരിഞ്ഞു. പ്രവാചകന് നേരെ പ്രകോപനങ്ങളുണ്ടായി, പ്രവാചകന് നേരെ പ്രലോഭനങ്ങളുണ്ടായി, ഭീഷണികളുണ്ടായി, പീഡനങ്ങളുണ്ടായി. എന്നാൽ അവിടെയൊന്നും തളരാതെ പതറാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിയുറച്ചു നിന്നുകൊണ്ട് ഈ തൗഹീദി പ്രബോധനത്തിൽ മുന്നേറുകയുണ്ടായി. ഇത് പ്രഖ്യാപിച്ച പ്രവാചകന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് കടന്നു വന്ന ആ പ്രവാചകന്റെ ഓരോ അനുചരനും മോശമായ പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു പരിശോധിച്ചു നോക്കിയാലും ബഹുദൈവാരാധന നടമാടിയിരുന്ന ആ ജനങ്ങൾക്കിടയിൽ തൗഹീദിൻ്റെ ഈ പ്രഖ്യാപനമുണ്ടായപ്പോൾ അവിടെയെല്ലാം അങ്ങേയറ്റം മോശമായ പ്രതികരണങ്ങളും പീഡനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നത് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. നാം ജീവിക്കുന്ന, നാം പിറന്ന നമ്മുടെ കേരള നാട്ടിൽ പോലും ഇന്ന് എന്നല്ല എന്നും ഈ തൗഹീദിന്റെ പ്രമേയം കുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച ഈ പ്രഖ്യാപനം അത് കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് സലഫി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ പ്രഖ്യാപിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്തപ്പോൾ എന്തിനും ഏതിനും ഷേഖെ, തങ്ങളെ, ബീവിയെ എന്ന് വിളിച്ചിരുന്ന നമ്മുടെ കേരള നാട്ടിലെ ആളുകൾ നമുക്കെതിരെയും വാളോങ്ങിയിട്ടുണ്ട്. ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊലപാതക ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആശയം പ്രബോധനം ചെയ്തതിൻ്റെ പേരിൽ ഷഹീദാകുക പോലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഈ ശിർക്കിൻ്റെ വചനം എന്തിനും ഏതിനും മുഹീദ്ദീൻ ഷേഖെ എന്നും മമ്പുറം തങ്ങളെ എന്നും ബദരീങ്ങളെ എന്നും വിളിക്കുന്ന ഈ ആളുകൾ വിളിച്ച് എന്തൊരപകടം വന്നാലും എന്തൊരു പ്രയാസം വന്നാലും ഈ വിളി തന്നെയാണ് അവരുടെ നാവിൽ വന്നിരുന്നത്. ശക്തമായി തിരുത്തുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു അനുഭവം പറയാറുണ്ട്. ഒരു സുഹൃത്തെന്നോട് പറഞ്ഞു, മുഹീദ്ദീൻ ഷേഖിനെയും അതുപോലെ തന്നെ ബദരീങ്ങളെയും തൊട്ടതിനൊക്കെ വിളിക്കുന്ന ഒരു സഹോദരനെ വിളിച്ചിരുത്തി, സുഹൃത്തെ, എന്ത് വന്നാലും അള്ളാഹുവിനെ മാത്രമേ വിളിക്കാവൂ എന്ന് ഉപദേശിച്ച് അദ്ദേഹത്തിനത് മനസ്സിലാക്കി കൊടുത്ത് അദ്ദേഹവുമായി ബൈക്കിൽ പോകുമ്പോൾ ആ ബൈക്ക് പാളുന്നു, വഴിതെറ്റി സൈഡിലേക്ക് ആ ബൈക്ക് വീഴുന്നു. പിന്നിലിരിക്കുന്ന ഈ സഹോദരൻ അപ്പോഴും വീഴുമ്പോൾ വിളിക്കുന്നത് മുഹീദ്ദീൻ ഷേഖെ എന്നാണ്. ആ ബൈക്ക് എടുത്ത് വെച്ചിട്ട്
ഉപദേശിച്ച ഈ സഹോദരൻ ചോദിച്ചു, സുഹൃത്തെ, ഇപ്പോഴും നിനക്കത് മാറ്റാൻ സമയമായില്ലേ എന്ന്. അദ്ദേഹം പറയുന്നത്, എന്ത് ചെയ്യാനാ, ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ വന്നാൽ എൻ്റെ നാവിൽ അതേ വരൂ എന്ന്. ഇങ്ങനെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഷിർക്കിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ഷിർക്കിൻ്റെ വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തൗഹീദിൻ്റെ പ്രബോധനം ശക്തമാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറുകയുണ്ടായി. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ പ്രശ്നങ്ങൾക്കും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ, അവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ മംഗലാപുരത്തേക്കും മുക്കിന് ജാറങ്ങളാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ജാറങ്ങളാണ്. ഓരോ ജാറങ്ങളും കയറിയിറങ്ങി തങ്ങളുടെ ആവശ്യങ്ങളും ആവലാതികളും പറയുന്ന, തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി തേടുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെ ഷിർക്കിൻ്റെ കോട്ടകളിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള അടിയുറച്ച നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് തൗഹീദി പ്രബോധനത്തിൽ നമ്മൾ മുന്നേറിക്കൊണ്ടിരുന്നത്. ഈ ഒരു പ്രമേയം, കുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ എന്ന് പ്രവാചകനോട് പ്രഖ്യാപിക്കുവാൻ അല്ലാഹു കൽപ്പിച്ച ഈ ഒരു പ്രമേയം ശക്തമായി പ്രഖ്യാപിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ കേരള നാട്ടിൽ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ഹാഷിം നഈമി എന്ന് പറയുന്ന ഒരു സമസ്ത പണ്ഡിതൻ വഴി പിരിഞ്ഞവർക്ക് എന്തുപറ്റി എന്ന ഒരു ബുക്കിൽ അദ്ദേഹം എഴുതി, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന ആ പ്രമേയം അത് ഇബ്ലീസിന്റെ പ്രമേയമാണ്, അല്ലാഹുവിന്റെ പ്രമേയമല്ല എന്ന്. ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം, ആദമിന് സുജൂദ് ചെയ്യുവാൻ അല്ലാഹു കൽപ്പിച്ചപ്പോൾ ആദം വിട്ടുനിന്നു. അതിനെന്തായിരുന്നു കാരണം? ആദം പറഞ്ഞു, ഞാൻ അല്ലാഹുവേ നിന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യുകയുള്ളൂ എന്ന്. അതുകൊണ്ട് ആ ഇബ്ലീസിന്റെ പ്രമേയമാണ് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്നത് എന്ന് ഇവർ ബുക്കിൽ എഴുതുകയുണ്ടായി. സത്യത്തിൽ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം, സുജൂദ് അല്ലാഹുവേ നിനക്ക് മാത്രം എന്ന് ഇബ്ലീസ് പറഞ്ഞതിന്റെ പേരിലാണോ അല്ലാഹുവിന്റെ ശാപം ഇബ്ലീസിനുണ്ടായത്? സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, വഇദ് ഖുൽനാ ലിൽ മലായികതി ഉസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. വഇദ് ഖുൽനാ ലിൽ മലായികതി ഉസ്ജുദൂ ലി ആദം, നാം മലക്കുകളോട് പറഞ്ഞു, അല്ലയോ വഇദ് ഖുൽനാ ലിൽ മലായികതി ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യണം. വഇദ് ഖുൽനാ ലിൽ മലായികതി ഉസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, എല്ലാ മലക്കുകളും ആദമിന് സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അബാ വസ്തക്ബറ, അവൻ വിസമ്മതിച്ചു, അവൻ അഹങ്കരിച്ചു, അഹംഭാവം കാണിച്ചു. വകാന മിനൽ കാഫിരീൻ, അവൻ കാഫിറുകളിൽപ്പെട്ടവനായിരുന്നു. കണ്ടോ? അപ്പൊ അവിടെ അള്ളാഹ് നിനക്ക് മാത്രമേ സുജൂദ് ചെയ്യൂ എന്നല്ല ഇബ്ലീസ് പറഞ്ഞത്. അവൻ വിസമ്മതിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിര് ചെയ്യുകയും ചെയ്തു, പ്രവർത്തിക്കുകയും ചെയ്തു എന്നതുകൊണ്ടാണ് ശാപവിധേയനായത്, അഭിശപ്തനായത്. ഇനി നോക്കൂ, കൊട്ടപ്പുറത്ത് വെച്ച്, നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിലും സൂചിപ്പിക്കട്ടെ, കൊട്ടപ്പുറത്ത് വെച്ച് സംവാദം നടന്ന സമയത്ത് കാന്തപുരം മുസ്ലിയാരോട് ചോദിച്ചു, എന്ത്? മൺമറഞ്ഞു പോയ മഹാന്മാരെ വിളിച്ചു തേടുവാൻ പരിശുദ്ധ ഖുർആനിൽ നിന്നൊരായത്ത് ഉദ്ധരിക്കാമോ? ആ ചോദ്യത്തിന് അതുവരെ മറുപടി കിട്ടിയിരുന്നില്ല. ആയത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാന്തപുരം പറഞ്ഞു, ഉണ്ട് മൗലവി, ഉണ്ട്. ആയത്ത് കേട്ടോ, സൂറത്തു സുഖ്റുഫിലെ 45-ാം വചനം, നമുക്കെല്ലാം മനപ്പാടമുള്ള വചനം. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ
വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ, നാം മുമ്പ് അയച്ചിട്ടുള്ള പ്രവാചകരോട്, ദൈവദൂതന്മാരോട് പ്രവാചകരെ അങ്ങ് ചോദിക്കുക. എന്താണ് ചോദിക്കേണ്ടത്? അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ, പരമകാരുണികനായ അല്ലാഹുവിന് പുറമേ ആരാധിക്കപ്പെടുവാൻ വല്ല ഇലാഹുകളെയും നാം നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമാണ്. ആരാധനകൾ അഖിലവും അർപ്പിക്കേണ്ടത് അല്ലാഹുവിന് മാത്രമാണ്. അതല്ലാത്ത വല്ല സന്ദേശവും മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് നാം നൽകിയിട്ടുണ്ടോ എന്ന് പ്രവാചകരെ നിങ്ങൾ ചോദിക്കണം എന്ന തൗഹീദ് പ്രഖ്യാപിക്കുന്ന ആയത്തെടുത്ത് മുൻപ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ഇസ്തിഗാസ ചെയ്യാൻ ഈ ആയത്ത് തെളിവാണ് എന്ന് കൊട്ടപ്പുറത്ത് വെച്ച് കാന്തപുരം ഉദ്ധരിച്ചു. പക്ഷെ അത് ഏറ്റെടുക്കാൻ ആളുകൾ തയ്യാറായില്ല. കാരണം അതിന് പ്രമാണത്തിന്റെ പിൻബലമില്ല എന്ന് സ്വന്തം അനുയായികൾക്ക് തന്നെ മനസ്സിലായി. അപ്പോഴും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ള പ്രമേയം ശക്തമായി നമ്മൾ പ്രബോധനം ചെയ്തു. വീണ്ടും അതാ നിങ്ങൾ നോക്കൂ, പൊന്മളക്കാരനൊരു മുസല്യാര്, അദ്ദേഹത്തോടൊരു ചോദ്യം, മദരീങ്ങളെ, മൊഹീദ്ദീൻ ഷേഖെ എന്നിങ്ങനെയുള്ള മൺമറഞ്ഞു പോയ ആളുകളെ വിളിച്ചു തേടുവാൻ, വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഖുർആനിലോ ഹദീസിലോ വല്ല തെളിവുമുണ്ടോ? അത് അനുവദനീയമാണോ? ഉണ്ടെങ്കിൽ പ്രമാണബദ്ധമായി തെളിവ് ഉദ്ധരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ട്, അനുവദനീയമാണ്, ഖുർആനിലും ഹദീസിലും അതിന് തെളിവുണ്ട് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോഴും ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ എന്ന പ്രവാചകന്റെ പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി തൗഹീദി പ്രബോധനവുമായി നമ്മൾ മുമ്പോട്ട് പോവുകയുണ്ടായി. അവസാനം സഹോദരങ്ങളെ, ഇനി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ തൗഹീദി പ്രബോധനം ശക്തമായി നിർവഹിച്ച പ്രാർത്ഥനകൾ അഖിലവും അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ. സഹായം തേട്ടം അഖിലവും അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ. ഒരു സൃഷ്ടിയെയും വിളിച്ചു തേടുവാൻ പാടില്ല എന്ന് ശക്തമായി ഈ പ്രസ്ഥാനം എന്ന് സ്ഥാപിക്കപ്പെട്ടുവോ അന്ന് മുതൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ തൗഹീദി പ്രസ്ഥാനത്തിന് നേരെയും ഈ തൗഹീദി പ്രബോധകർക്ക് നേരെയും ഇന്ന് ശിർക്കാരോപണങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തൗഹീദ് പ്രബോധനം ചെയ്ത ആളുകൾക്ക് നേരെ ഇന്ന് ശിർക്കാരോപിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് ഊണിലും ഉറക്കിലും പറഞ്ഞ പ്രബോധകർക്കും പ്രവർത്തകർക്കും നേരെ ശിർക്കാരോപണങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ ഒന്നാമതായി കടന്നു വന്നത് നമുക്കറിയാം, അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയായിരുന്നു. അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയായിരുന്നു. അദ്ദേഹം സത്യധാരയിൽ 2007 ജനുവരി 1 മുതൽ 15 വരെ ഇറങ്ങുന്ന ആ ദൈവാരികയിൽ അദ്ദേഹം യാ ഇബാദല്ലാ അഈനുനി എന്ന ഹദീസ് എടുത്തുകൊണ്ട് ഇത് മൺമറഞ്ഞു പോയ ആളുകളെ, റിജാലുൽ ഗൈബുകളെ വിളിച്ചു തേടുവാൻ തെളിവാണ് എന്ന നിലയ്ക്ക് തെളിവുദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസ് എടുത്ത് അദ്ദേഹം മൺമറഞ്ഞവരോട് തേടാം എന്ന് സമർത്ഥിച്ചു. അതിന് മറുപടിയായി 2007 ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ മാസത്തിൽ അതിനൊരു മറുപടി നമ്മളൊക്കെ വായിക്കുന്ന അൽ ഇസ്ലാഹ് മാസികയിൽ വന്നിരുന്നു. യാ ഇബാദല്ലാ അഈനുനി എന്ന് പറയുന്ന ആ ഹദീസിൽ തർക്കത്തിലിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഇസ്തിഗാസയില്ല, അതിൽ ദുആയില്ല. അതുകൊണ്ട് അത് നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അതിൽ മറുപടി വരികയും ചെയ്തു. ആ 2007 ഏപ്രിൽ മാസത്തിൽ ഇറങ്ങിയ അൽ ഇസ്ലാഹു മാസിക എടുത്തുകൊണ്ടാണ് ആദ്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ശിർക്കാരോപണം തുടങ്ങിയത്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ശിർക്കാരോപണം തുടങ്ങിയത് അള്ളാഹുവിനെ മാത്രമേ വിളിക്കാവൂ എന്ന് പറയുന്ന മുജാഹിദുകൾ ജിന്നുകളെയും പിശാചുക്കളെയും ഇതാ വിളിക്കാമെന്ന് പറയുന്നു, ജിന്നുകളെയും പിശാചുക്കളെയും വിളിച്ചു തേടാമെന്ന് പറയുന്നു, അതിൽ ശിർക്കില്ല എന്ന് പറയുന്നു എന്ന് തുടങ്ങി അദ്ദേഹം വാദങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. ഈ വാദം ഏറ്റെടുത്തുകൊണ്ട് പിന്നീട് ചില ആളുകൾ കടന്നു വന്നു. നമുക്കറിയാം, പ്രമാണത്തിന് വിരുദ്ധമായി, സുന്നത്തിന് വിരുദ്ധമായി
നമ്മുടെ കേരള നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ വിളമ്പിയ ഒരു സുല്ലമി, അദ്ദേഹവും ഇത് ഏറ്റെടുത്തു. അൽ ഇസ്ലാഹു മാസിക ഏറ്റെടുത്ത് അത് എടുത്തു തുറന്നുകൊണ്ട് അത് വായിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ മുജാഹിദുകളിൽ കുറെ ആളുകൾ ശിർക്കിലേക്ക് പോയിരിക്കുന്നു, അള്ളാനെ മാത്രമേ വിളിക്കാവൂ എന്ന് പറഞ്ഞ ഇവർക്ക് ജിന്നുകളെ വിളിച്ചാലും പ്രശ്നമില്ല, പിശാചുക്കളെ വിളിച്ചാലും പ്രശ്നമില്ല, മലക്കുകളെ വിളിച്ചാലും പ്രശ്നമില്ല എന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു, നിങ്ങൾ നരകത്തിലേക്കുള്ള പാതയിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനെ തക്ലീദ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖല്ലിദുകളായി ഒന്ന് രണ്ടാളുകളും കൂടെ വന്നു. നമുക്കറിയാം, ഒന്ന് രണ്ട് അദ്ദേഹത്തിന്റെ പക്ഷത്തുള്ള അദ്ദേഹത്തിന്റെ പാളയത്തിലുള്ള ഒന്ന് രണ്ട് ആളുകൾ കേരള നാട്ടിലും ഗൾഫ് നാടുകളിലും വന്നുകൊണ്ട് ഈ ഇസ്ലാഹ് മാസിക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ മുജാഹിദുകളിൽ ചില ആളുകൾ ജിന്നുകളെ വിളിച്ചു തേടാൻ തുടങ്ങിയിരിക്കുന്നു, ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹവും അഥവാ സുല്ലമിയും അദ്ദേഹത്തിന്റെ മുഖല്ലിദുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തു പറയുന്നുവോ അതിൽ ശരിയോ തെറ്റോ എന്നൊന്നും പരിശോധിക്കാതെ അതതുപോലെ ഏറ്റെടുത്തു പറയുന്ന ഒന്ന് രണ്ടാളുകളും മുഴുവൻ സ്ഥലങ്ങളിലും നടന്നുകൊണ്ട് ഇത് പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു റിലേ മത്സരത്തിൽ ബാറ്റണം കയ്യിലേന്തി ഓടുന്ന ഓട്ടക്കാരെ പോലെ ഇതും വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഓടി. ഏകദേശം 2007 മുതൽ 2012 വരെ ഓടി 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 അവസാനം അവര് തളരാൻ തുടങ്ങി. ഏകദേശം തളർന്ന ഒരവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ആ ബാറ്റണിങ് തരൂ, ഇനി ഞങ്ങളോടാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാറ്റണം എടുത്തുകൊണ്ട് മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക് പോയിരിക്കുന്നു, ജിന്നുകളെയും പിശാചുക്കളെയും വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാറ്റനെടുത്തുകൊണ്ട് അവർ തളർന്നപ്പോൾ, മടവൂരികൾ തളർന്നപ്പോൾ മറ്റു ചില ആളുകൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങി. ആ ഓട്ടം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലെ അറിയപ്പെട്ട ഒരു ഡോക്ടർ പ്രാർത്ഥന ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ മറ്റു പല സഹോദരങ്ങളും റിസർച്ച് സെന്ററുകൾ നടത്തുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, സംഘടനയുടെ അധ്യക്ഷ പദവിയിൽ പോലും ഇരിക്കുന്ന ആളുകൾ അള്ളാഹുവിന് കഴിവുള്ളതുപോലെ പിശാചിനും കഴിവുണ്ട്, അള്ളാഹുവിന്റെ കഴിവ് പോലെ തന്നെ പിശാചിനും കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുപോലും ഉന്നതമായ സ്ഥലങ്ങളിലിരിക്കുന്ന, സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ പറയാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ആളുകൾ പറയാൻ തുടങ്ങിയപ്പോൾ സാധാരണ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. ഇത്രയേറെ തലമുതിർന്ന നേതാക്കന്മാരും ആളുകളും പറയുമ്പോൾ ഇനി നമുക്ക് അവരോട് തെളിവ് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. സഹോദരങ്ങളെ, അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആളുകൾ ശിർക്കിലേക്ക് പോയിരിക്കുന്നെന്നോ ജിന്നുകളെയും പിശാചുക്കളെയും വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നെന്നോ നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയുകയില്ല. അവർക്കെതിരെ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ ഈ ഒരു വിശ്വാസവുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം വരുന്നത്. ആ സംസ്ഥാന സമ്മേളനത്തിന്റെ 3-ാം ദിവസം അതിന്റെ വൈകുന്നേര സെഷനിൽ നമ്മുടെ ബഹുമാന്യനായ ഹുസൈൻ സലഫി പറഞ്ഞു, മുജാഹിദുകളിൽ ഒരാളും ശിർക്കിലേക്ക് പോയിട്ടില്ല, ഒരാളും ജിന്നിനെ വിളിക്കുന്നവരില്ല, ഒരാളും പിശാചിനെ വിളിക്കുന്നവരില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് പ്രഭാഷണം നടത്തുകയുണ്ടായി. പക്ഷേ അടങ്ങിയിരിക്കുവാൻ ആളുകൾ തയ്യാറല്ല. ആ കുപ്രചാരണവുമായി വീണ്ടും വീണ്ടും പരിപാടികൾ ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത് ഒരു ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ച് പരസ്യ പ്രബോധനത്തിലേക്ക് കടന്നേതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മക്കാ മുശ്രിക്കുകൾ അവര് വലീദ് ബിൻ മുഗീറയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലയോ വലീദേ, ഹജ്ജ് വരാൻ പോവുകയാണ്, ഹജ്ജ് വരാൻ പോകുന്നു, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഹജ്ജിന് വരും, അതുകൊണ്ട് ഈ മുഹമ്മദിന്റെ കുപ്രചരണത്തെ എതിർക്കുവാൻ നമുക്ക് തക്കതായ ഒരു ന്യായം കണ്ടെത്തണം, അവനെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി ശക്തമായ പ്രചാരണങ്ങൾ അഴിച്ചുവിടണം, അതുകൊണ്ട് നമ്മൾ എന്തു പറയും? അപ്പൊ വലീദ് പറഞ്ഞു, നിങ്ങൾ പറയും, ഞാനതൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവരിൽ ഓരോരുത്തരായി ഓരോ വാദങ്ങൾ പറയാൻ തുടങ്ങി. നമുക്കൊരു കാര്യം ചെയ്യാം, മുഹമ്മദിനെ ജ്യോത്സ്യനെന്ന് വിളിക്കാം, മുഹമ്മദിനെ ജ്യോത്സ്യനെന്ന് വിളിക്കാം.
അപ്പൊ വലീദ് ബിൻ മുഗീറ പറഞ്ഞു, ഒരു ജോത്സ്യന്റെ മുഴക്കവും ഒരു ജോത്സ്യന്റെ കുറുകലും ഒന്നും മുഹമ്മദില്ല എന്ന് ആളുകൾക്കറിയാമല്ലോ. അപ്പം വേറെ ചില ആളുകൾ പറഞ്ഞെങ്കിൽ നമുക്ക് ഭ്രാന്തൻ എന്ന് മുഹമ്മദിനെ വിളിക്കാം, ഇവനൊരു ഭ്രാന്തനാണ് എന്ന് കടന്നു വരുന്ന ആളുകളോട് നമുക്ക് പറയാം. അപ്പോഴും വലീദ് ബിൻ മുഗീറ പറഞ്ഞു, ഒരു ഭ്രാന്തന്റെ ഗോഷ്ഠിയോ ഒരു ഭ്രാന്തൻ ഉണ്ടാക്കുന്ന ശണ്ടകളോ ഒരിക്കലും മുഹമ്മദിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ അതാ വീണ്ടും പറഞ്ഞു, എങ്കിൽ നമുക്ക് മുഹമ്മദിനെ കവി എന്ന് വിളിക്കാം. അപ്പോഴും വലീദ് പറഞ്ഞു, ഒരു കവിതയുടെ വൃത്തമോ ഈണമോ മുഹമ്മദിന്റെ ആ സംസാരത്തിൽ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടൊരു കവി എന്ന് മുഹമ്മദിനെ വിളിച്ചുകൂടാ, അദ്ദേഹത്തിന്റെ രചന കവിതയാണെന്ന് നമുക്ക് പറഞ്ഞുകൂടല്ലോ. അപ്പോൾ അവസാനം പറഞ്ഞു, എങ്കിൽ നമുക്കവനെ സാഹിർ എന്ന് വിളിക്കാം, മാരണക്കാരനെന്ന് വിളിക്കാം. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, മാരണക്കാരനെന്ന് നമുക്കവനെ വിളിക്കാൻ പറ്റൂല, കാരണം അതിന്റെ ലക്ഷണവും അവനിലില്ല. എങ്കിലും കുടുംബ ബന്ധങ്ങൾ തെറിപ്പിച്ച് കളയുന്നവനും ഭിന്നതയുണ്ടാക്കുന്നവനും എന്ന നിലയ്ക്ക് അതാണല്ലോ ഒരു സാഹിർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു അഭിപ്രായത്തിൽ ഒന്നിക്കാം. പക്ഷെ നമ്മൾ ഭിന്നിച്ചു പോകരുത്. നമ്മുടെ വാദങ്ങൾ ഭിന്നിച്ചു പോയാൽ നമ്മളെ തന്നെ ഖണ്ഡിക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്നിച്ചു നിന്ന് ഇവനെ പറ്റി സാഹിർ എന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോവുകയുണ്ടായി. സഹോദരങ്ങളെ, ഇവിടെ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞിരുന്ന, പ്രബോധനം ചെയ്തിരുന്ന നമുക്ക് നേരെ ജിന്നുകളെ വിളിക്കുന്നവർ, ജിന്നുകളോട് തേടാമെന്ന് പറയുന്നവർ, പിശാചിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ആ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പറയുന്നു, അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന വാദം ആ ആളുകൾക്കില്ല എന്ന്. എടവണ്ണയിലെത്തുമ്പോൾ പറയുന്നു, അത് തന്നെയാണ് വാദം എന്ന്. കണ്ണൂരെത്തുമ്പോൾ പറയുന്നു, അല്ല, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് തന്നെയാണ് വാദം എന്ന്. മാത്രമല്ല സഹോദരങ്ങളെ, ഇന്റർവ്യൂകളും മറ്റും നടക്കുമ്പോൾ സമുന്നതരായ നേതാക്കന്മാരോട് പറഞ്ഞു കൊടുക്കുന്നു, അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ജിന്നുകളെയും പിശാചുക്കളെയും ജിന്നുകളെയും മലക്കുകളെയും വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് തന്നെയാണ് ഇവരുടെ വാദം എന്ന്. സഹോദരങ്ങളെ, ആ ആരോപണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രവാചകന്മാർ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രം നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? പണ്ഡിതന്മാർ 6 കാര്യങ്ങൾ അതിന് നിരത്തിയിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ പറയാം. ഇൻഷാ അല്ലാ 5:15 എൻ്റെ സംസാരം അവസാനിക്കും. അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, പ്രവാചകന്മാരഖിലവും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടായിരുന്നു. ആദ്യത്തെ നബി ആദം നബി അലൈഹിസ്സലാം വിലക്കപ്പെട്ട കനി കഴിച്ചപ്പോൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ നഫ്സുകളോട് തന്നെ തെറ്റ് ചെയ്തു പോയി, ദുൽമ ചെയ്തു പോയി. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്തില്ല എങ്കിൽ, നീ ഞങ്ങളോട് പുറത്തു തന്നില്ല എങ്കിൽ ഞങ്ങൾ ഖാസിറുകൾപ്പെടും, നഷ്ടകാരികൾപ്പെടും റബ്ബേ എന്ന് ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ദുആ ചെയ്തു. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ കാരണമാണിത്. പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് പ്രയാസം ബാധിച്ചപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. പരിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം 83-ാം വചനത്തിൽ നമുക്ക് കാണാം, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അള്ളാഹുവിനോട്, തന്റെ റബ്ബിനോട് തേടിയ സന്ദർഭം, അന്നീ മസ്സനിയൽ ദുർറു, അള്ളാഹുവേ എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു, കഷ്ടത ബാധിച്ചിരിക്കുന്നു. വഅൻത അർഹമുർ റഹീമീൻ, കാരുണ്യം ചൊരിയുന്നവരിൽ ഏറ്റവും കാരുണ്യം ചൊരിയുന്നവൻ അങ്ങാണ് റബ്ബേ. റബ്ബേ, എനിക്ക് എന്റെ അസുഖം മാറ്റിത്തരണമേ എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ അഗാധഗർത്തത്തിൽ പെട്ടുപോയപ്പോൾ ഇനി ഒരു മനുഷ്യനും സഹായിക്കാനില്ല, ഇനി ഒരു ജിന്നുമില്ല, ഒരു മലക്കുമില്ല, ആരോരുമില്ല. അവിടെ യൂനുസ് നബി അലൈഹിസ്സലാമയുടെ മനസ്സിൽ ജിന്നും മലക്കും ഒരു മനുഷ്യനും ഒന്നും വരുന്നില്ല. അവിടെ വെച്ച് യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇരുട്ടറകളിൽ വെച്ച് യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, നീയല്ലാതെ ഇലാഹ് മറ്റാരുമില്ല, നീ പരിശുദ്ധനാണ്, ഞാൻ ദുൽമ ചെയ്തവരിൽ പെട്ടുപോയിരിക്കുന്നു, അതുകൊണ്ട് റബ്ബേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ടില്ല.
ഇത്രേ നടത്തിയിട്ടുള്ളൂ. അള്ളാഹു അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. സഹോദരങ്ങളെ, രണ്ടാമത്തെ കാരണം, റബ്ബിന് പുറമെ നമ്മൾ വിളിച്ചു തേടുന്ന, റബ്ബിന് പുറമെ ആളുകൾ വിളിച്ചു തേടുന്നവർ, സൃഷ്ടികൾ വിളിച്ചു തേടുന്നവർ, അവർ കേവലം അടിമകൾ മാത്രമാണ്. അതുകൊണ്ട് അവരോട് തേടാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം 194-ാം വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു തേടുന്നവർ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. ഫദ്ഊഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചു നോക്ക്. ഫല്യസ്തജീബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരുമോ എന്നൊന്ന് കാണട്ടെ. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ. പരിഹസിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ നിങ്ങളുടെ ന്യൂനതകളുള്ള ആളുകളെയാണ് നിങ്ങൾ തേടുന്നത്, വിളിച്ചു തേടുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരോട് തേടേണ്ടതില്ല, അതുകൊണ്ട് കാര്യമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാരണം പരിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം 73-ാം വചനത്തിൽ കാണാം, അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ അവരശക്തരാണ്, അവർക്ക് സഹായിക്കാനോ സംരക്ഷിക്കുവാനോ കഴിയുകയില്ല. ആയത്തോതുവാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചു വിടുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ കാരണം, അവർക്ക് കേൾക്കാൻ, നമ്മൾ വിളിക്കുന്നത് കേൾക്കാനോ ആ വിളിക്ക് ഉത്തരം ചെയ്യുവാനോ കഴിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറയുന്നുണ്ട്. ഖുർആനിലെ 35-ാം സൂറത്തുൽ ഫാത്തിറിലെ 14-ാം വചനത്തിൽ സുപരിചിതമായ വചനം, വഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമീഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും എന്ന് തുടങ്ങുന്ന വചനം. നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല. വഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമീഉ മസ്തജാബൂ ലക്കും. ഇനി അവർ കേട്ടു എന്ന് സങ്കല്പിക്കുക, എങ്കിൽ അവർക്ക് ഉത്തരം ചെയ്യുവാനും കഴിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ ദുർവ്യാഖ്യാനക്കാർ വരികയാണ്, ശിർക്കിന്റെ പൂജകർ കടന്നു വരികയാണ്. അവർ പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ ഇസ്തിഗാസ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് അവരുടെ ദുർവ്യാഖ്യാനാണ്. നോക്കൂ, തഫ്സീർ ഖുർത്തുബിയിൽ കാണാം, ആ വഇൻ തദ്ഊഹും എന്ന് പറഞ്ഞാൽ വഇൻ തസ്തഗീസൂ ബിഹിം ബിന്നവാഇബി ലാ യസ്മഊ ദുആഅക്കും, നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ അവർ കേൾക്കുകയില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ വീണ്ടും ദുർവ്യാഖ്യാനം, വഇൻ തദ്ഊഹും എന്ന് പറഞ്ഞാൽ ആഹും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാത്ത ഉസ്സ മനാത്ത ഹുബിൽ പോലെയുള്ള വിഗ്രഹങ്ങളാണ്, ഞങ്ങൾ വിഗ്രഹങ്ങളെ വിളിക്കാറില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നവർ ദുർവ്യാഖ്യാനിക്കും എന്നതുകൊണ്ടായിരിക്കണം. മുഫസ്സിറുകൾ സൂചിപ്പിച്ചു, പ്രത്യേകിച്ച് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീർ സൂചിപ്പിച്ചു, യർജിഉ ഹാദാ ഇലൽ മഅബൂദീന മിമ്മാ യഅഖിലു കൽ മലായികതി വൽ ജിന്നി വൽ അംബിയാഇ വശയാതീൻ. ഇതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രയോഗം എന്തിലേക്കൊക്കെ മടക്കപ്പെടും? ബുദ്ധിയുള്ള മലക്കുകൾ, അതുപോലെ തന്നെ ജിന്നുകൾ, അംബിയാക്കൾ, ഷയാത്തീൻ എന്നിവയിലേക്കെല്ലാം ഇത് മടക്കപ്പെടുന്നതാണ് എന്ന് ഇമാം ഖുർത്തുബി സൂചിപ്പിക്കുന്നുണ്ട്. അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ വിളിച്ചു തേടേണ്ടത് സൃഷ്ടാവിനോടാണ്. നമ്മുടെ ഈ ഭൂലോകത്തുള്ള ഒരാൾക്കും സൃഷ്ടിപ്പ് നടത്തുവാൻ കഴിയുകയില്ല, സൃഷ്ടാവിനോട് വിളിച്ചു തേടണം. അതുകൊണ്ട് സൃഷ്ടി നൽകാൻ കഴിയാത്ത ആളുകളെ വിളിച്ചു തേടുവാൻ പാടില്ല എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. ആറാമത്തത്, ബഹുമാന്യ സഹോദരൻ സലാഹുദ്ദീൻ സ്വലാഹി സൂചിപ്പിച്ചതുപോലെ, അദൃശ്യജ്ഞാനം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അദൃശ്യജ്ഞാനം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് അദൃശ്യജ്ഞാനം അറിയുന്നവരോടെ തേടുവാൻ പാടുള്ളൂ. അദൃശ്യജ്ഞാനം അല്ലാഹു അല്ലാത്തവർക്കും അറിയാം എന്നാണ് ശിർക്കിന്റെ പ്രചാരകരും ശിർക്കിന്റെ പൂജകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ യാതൊരു സംശയത്തിനും ഇടകൊടുക്കാതെ പരിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായത്തിലെ 65-ാം വചനത്തിൽ അല്ലാഹു പറഞ്ഞു, കുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. കുൽ നബിയെ, അങ്ങ് പറയണം, പ്രഖ്യാപിക്കണം, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശങ്ങളിലും ഭൂമി ലോകത്തുമുള്ള ഒരു സൃഷ്ടികൾക്കും ഗൈബറിയില്ല അല്ലാഹുവിനല്ലാതെ. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, അവർക്ക് പോലും അവരെന്നാണ് പുനർജീവിപ്പിക്കപ്പെടുക, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്കറിയുകയില്ല. അപ്പൊ അദൃശ്യമറിയുന്ന ആളുകളോടെ ചോദിക്കാൻ പറ്റൂ, അതാർക്കെ അറിയൂ? അല്ലാഹുവിന്
അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റസൂലുള്ളാഹിയോട് പറയുവാൻ അല്ലാഹു പറയുകയാണെന്ത്? കുല്ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറാ, തീർച്ചയായും എൻ്റെ നഫ്സിന് വന്ന് ഭവിക്കാനിരിക്കുന്ന ഉപകാരങ്ങളോ അതല്ലെങ്കിൽ എന്നിലുണ്ടാകാനിടയുള്ള ഉപദ്രവങ്ങളോ അതൊന്നും ഞാൻ ഉടമപ്പെടുത്തുന്നില്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ. വലൗ കുന്തു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും ഗൈബ് അറിയാമായിരുന്നെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈരി, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ എനിക്ക് വർദ്ധിപ്പിക്കാമായിരുന്നു. വമാ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നു ചേരാനിടയുള്ള ഒരുപാട് ഉപദ്രവങ്ങളെ എനിക്ക് തട്ടി നീക്കുവാൻ കഴിയുകയും ചെയ്യാനും സാധിക്കുമായിരുന്നു. ഇൻ അന ഇല്ലാ നദീറും വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ, ഈമാനുള്ള വിശ്വസിക്കുന്ന ജനതയ്ക്ക് ഞാനൊരു താക്കീതുകാരൻ മാത്രമാണ്, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കുന്ന ഒരു സന്തോഷ വാർത്തകൻ മാത്രമാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഉഹദിന്റെ പോർക്കളത്തിൽ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ കുഴിച്ചു വെച്ച ആ പൊട്ടക്കുഴിയിൽ വീണ് റസൂലുള്ളാഹിയുടെ പല്ല് പൊട്ടിപ്പോകുന്നുണ്ട്, പ്രവാചകന് പരിക്ക് പറ്റുന്നുണ്ട്. അദൃശ്യമറിയാമായിരുന്നെങ്കിൽ പ്രവാചകൻ എങ്ങനെ സംഭവിക്കുമോ? ഖൈബർ യുദ്ധം കഴിഞ്ഞ് മാംസക്കറിയിൽ ഇറച്ചിക്കറിയിൽ വിഷം ചേർത്ത് പ്രവാചകന്റെ മുമ്പിൽ വിളമ്പുന്ന ജൂതപ്പെണ്ണ് അതെടുത്ത് കഴിക്കുകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അദൃശ്യമറിയാമായിരുന്നെങ്കിൽ പ്രവാചകൻ അതെടുത്ത് കഴിക്കുമോ? സഹാബികളെ അതിൽ നിന്ന് തടയുമായിരുന്നില്ലേ? ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന കാര്യം അദൃശ്യം അറിയുവാൻ കഴിയുന്നത് അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് അദൃശ്യം അറിയുന്ന ആളോട് മാത്രമേ, സൃഷ്ടാവിനോട് മാത്രമേ തേടാവൂ. ഇതാണ് ആറാമതായി പണ്ഡിതന്മാർ പറയുന്നത്, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്നതിൻ്റെ കാരണമായി. സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും, ജനപ്രദേശമായാലും വിജനപ്രദേശമായാലും പുഴയായാലും കടലായാലും എവിടെ വെച്ചും അല്ലാഹുവിനോട് മാത്രം തേടുന്നവരാകുക. ആ നിലക്ക് അല്ലാഹുവിനോട് മാത്രം തേടുന്ന, ആ സന്ദേശം പ്രബോധനം ചെയ്യുന്ന യഥാർത്ഥ മുവഹീദുകളായി ജീവിച്ചു മരണപ്പെടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلما والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.